ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. ശങ്കരസ്തോത്ര തരംഗിണി പരമ്പര ഇന്ന് 283 ദിവസത്തേക്ക് പ്രവേശിച്ചു. ശിവപാദാദി കേശാന്ത വർണ്ണന സ്തോത്രം ഇന്ന് 7-ാം ദിവസമാണ്. നമുക്ക് തുടരാം. ആദ്യത്തെ 20 ശ്ലോകങ്ങൾ ചൊല്ലാം, എന്നിട്ട് നോക്കാം. 20 ശ്ലോകങ്ങൾ. ഓം നമഃ ശിവായ. ഓം കല്യാണം നോ വിദത്താം കടകതടല സത്കൽപ്പവാടീ നികുഞ്ച ക്രീഡാ സംസക്ത വിദ്യാധര നികരവധൂഗീത രുദ്രാപദാനഃ താരൈർഹേരംബനാദൈഃ തരളിത നിനദത്താരകാരാതികേകീ കൈലാസ ശർവനിർവൃത്യഭിജനകപദഃ സർവദാ പർവതേന്ദ്രഃ. യസ്യ പ്രാഹുസ്വരൂപം സകലദിവിശദാം സാരസർവസ്വയോഗം യസ്യേഷു ശാർംഗധന്വാ സമജനി ജഗദാം രക്ഷണേ ജാഗരൂകഃ. മൗർവീദർവീകരാണാമപി ച പരിവൃഢഃ പൂസ്ത്രൈ സാചലക്ഷ്യം സോവ്യാദ് അവ്യാജമസ്മാൻ അശിവബിദനിശം നാകിനാം ശ്രീപിനാഗഃ.
ആതങ്കാവേഗഹാരി സകലദിവിശദാം അംഘ്രിപദ്മാശ്രയാണാം മാതംഗാദ്യുഗ്രദൈത്യപ്രകരതനുകളദ്രക്തധാരാക്തധാരഃ ക്രൂരഃ സൂരായുധാനാമപി ച പരിഭവം സ്വീയഭാസാവിതന്വൻ ഘോരാകാരക്കുഠാരോ ദൃഢതരദുരിതാഖ്യാടവീം പാടയേന്നഃ. കാലാരാതേഃ കരാഗ്രേ കൃതവസതി ഉരശാണശാതോരിപൂണാം കാലേ കാലേ കുലാദ്രിപ്രവരതനയയാ കൽപ്പിതസ്നേഹലേപഃ പായാന്നഃ പാവകാർച്ചിഃ പ്രസരസഗമുഖഃ പാപഹന്താ നിതാന്തം ശൂല ശ്രീപാദസേവാഭജനരസജുഷാം പാലനൈകാന്തശീലഃ ദേവസ്യാംഗാശ്രയായാഃ കുലഗിരിദുഹിതുർനേത്രകോണപ്രചാരപ്രസ്താരാൻ അത്യുദാരാൻ പിപഠിഷുരിവ യോ നിത്യമത്യാദരേണ ആധത്തെ ഭംഗിതുംഗൈർ അനിശമവയവൈരന്തരംഗം സമോദം സോമാപീഡസ്യ സോയം പ്രതിശതു കുശലം പാണിരംഗഃ കുരംഗഃ കണ്ഡപ്രാന്താവസജ്ജത്കനകമയമഹാഗണ്ഡികാഘോരഘോഷൈഃ കണ്ഡാരാവൈരകുണ്ഡൈരപി ഭരിതജഗത് ചക്രവാളാന്തരാളഃ ചണ്ഡഃ പ്രോദ്ദണ്ഡശൃംഗഃ കകുതകബളിതോത്തുംഗകൈലാസശൃംഗഃ കണ്ഡേ കാലസ്യ വാഹഃ ശമയതു ശമലം ശാശ്വത ശക്വരേന്ദ്രഃ നിർയദ്ദാനാംബുദാരാ പരിമളതരളീഭൂതരോലംബപാളീ ജംഗാരൈ ശങ്കരാദ്രേഃ ശിഖരശതധരീഃ പൂരയദ്ഭൂരിഘോഷൈഃ ശാർവഃ സൗവർണശൈലപ്രതിമപൃഥുവഭുഃ സർവവിഘ്നാപഹർത്താ ശർവാണ്യാ പൂർവസൂനുഃ स भवतु भवदां स्वस्तिदो हस्तिवक्त्रः यः पुण्यैर्देवतानां समजनि शिवयोः श्लाघ्यवीर्यैगमत्याद् यन्नाम्नि श्रूयमाणे दिदिज बडगडा भीतिभारं भजन्ते भूयात् सोऽयं विभूत्यै निशितशरशिखापाडितक्रौञ्जशैलः संसारागाधकूपोदरपतितसमुत्तारक तारकारिः आरूढः प्रौढवेगप्रविजितपवनं तुङ्गतुङ्गं तुरङ्गं चेलं नीलं वसानः करतलविलसत्कण्डकोदण्डदण्डः रागद्वेषादिनानाविधमृगपटलीभीतिकृत् भूतभर्ता कुर्वन् आखेडलीलां परिलसतु मनः कानने मामगीने अम्बोजाभ्यां च रम्भारतचरणलताद्वन्द्वकुम्भीन्द्रकुम्भैः बिम्बेनेन्दोश्च कम्बोरुपरि विलसता विद्रुमेणोत्पलाभ्याम् अम्बोदेनापि सम्भावितमुपजनिताडम्बरं शम्बरारेः शम्भोः सम्भोगयोग्यं किमपि धनमिदं सम्भवेत् सम्पदे नः वेणी सौभाग्यविस्मापिततपनसुताचारुवेणी विलासान् वाणी निर्धूतवाणी करतलविधृतोदारवीणा विरावान्
ഏണീനേത്രാന്തഭംഗി നിരസന നിപുണാഭംഗ കോണാൻ ഉപാസേ ശോണാൻ പ്രാണാൻ ഉദൂഢ പ്രതിനവ സുഷമാകന്ദളാൻ ഇന്ദുമൗലേ നൃത്താരംഭേഷു ഹസ്താഹതമുരചധിമിദ്ധിംകൃതൈർ അത്യുദാരൈ ചിത്താനന്ദം വിധത്തെ സദസി ഭഗവതഃ സന്തതം യസ്സ നന്ദി ചണ്ഡീശാദ്യാസ്തധാന്യേ ചതുരഗുണഗണപ്രീണിത സ്വാമി സത്കാരോത്കർഷോദ്യൽ പ്രസാദാഃ പ്രമദ പരിവൃഢാഃ പാന്തു സന്തോഷിനോ നഃ മുക്താമാണിക്യജാലൈഃ പരികലിതമഹാസാലമാലോകനീയം പ്രത്യുക്താനർഘരത്നൈർ ദിശി ദിശി ഭവനൈഃ കൽപ്പിതൈർദിക്പതീനാം ഉദ്യാനൈർ അദ്രികന്യാപരിജന വനിതാമാനനീയൈഃ പരീതം ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ സ്തംഭൈർജംബാരിരത്നപ്രവരവിരചിതൈഃ സംഭൃതോപാന്തഭാഗം ശുംബൽ സോപാനമാർഗം ശുചിമണിനിചയൈർഗുംഭിതാനൽപശില്പം കുംഭൈ സമ്പൂർണശോഭം ശിരസി സുഗടിതൈഃ ശാതകുംഭൈരപംഗൈഃ ശംഭോഃ സംഭാവനീയം സകലമുനിജനൈഃ സ്വസ്തിദം സ്യാത് സദോ നഃ ന്യസ്തോ മധ്യേ സഭായാഃ പരിസരവിലസത്പാദപീഠാഭിരാമോ ഹൃദ്യഃ പാദൈശ്ചതുർഭിഃ കനകമണിമയൈർ ഉച്ചകൈരുജ്വലാത്മാ വാസോരത്നേന കേനാപ്യധികമൃദുതരേണാസ്തൃതോ വിസ്തൃതശ്രീഃ പീഠഃ പീഠാഭരം നഃ ശമയതു ശിവയോः സ്വൈരസംവാസയോഗ്യഃ ആസീനസ്യാദിപീഠം ത്രിജഗദധിപതേരംഘ്രിപീഡാനുഷക്തൗ പാദോജാഭോഗഭാജൗ പരിമൃദുലതലോല്ലാസി പദ്മാതിരേഖൗ പാദാം പാദൗ ഉഭൗ തൗ നമദമരകിരീടോല്ലസച്ചാരുഹീരശ്രേണീശോണായമാനോന്നത നഗദശകോദ്ഭാസമാനൗ സമാനൗ യന്നാദോ വേദവാചാം നിഗദതി നിഖിലം ലക്ഷണം പക്ഷികേതോഃ ലക്ഷ്മീ സംഭോഗ സൗഖ്യം വിരചയതി യയോശ്ചാപരോ രൂപഭേദഃ ശംഭോഃ സംഭാവനീയേ പദകമലസമാസംഗതസ്തുംഗശോഭേ മാംഗല്യം നഃ സമഗ്രം സകലസുഖകരേ നൂപുരേ പുരയേതാം അംഗേ ശൃംഗാരയോനേഃ സപദി ശലഭദാം നേത്രവന്നൗ പ്രയാതേ ശത്രോരുദ്ധൃത്യ തസ്മാത് ഈഷുദിയുഗമധോ ന്യസ്തമഗ്രേ കിമേതത് ശങ്കാം ഇത്തം നതാനാം അമരപരിഷദാം അന്തരംഗൂരയത്തൽ സംഘാതം ചാരുജംഗായുഗമഖിലപതേരംഹസാം സംഹരേന്നഃ ജാനുദ്വന്ദ്വേന മീനധ്വജ നൃവരസമുദ്ഗോപമാനേന സാകം രാജന്തൗ രാജരംഭാകരികര കനകസ്തംഭ സംഭാവനീയൗ ഊരൂ ഗൗരീകരാംബോരുഹ സരസ സമാമർദ്ദനാനന്ദ ഭാജൗ ചാരു ദൂരീക്രിയാസ്താം ദുരിതമുപചിതം ജന്മ ജന്മാന്തരേ നഃ.
ആമുഗ്ധാനർഘരത്നപ്രകരകര പരിഷ്വക്ത കല്യാണ കാഞ്ചീ ദാംനാബദ്ധേന ദുഗ്ധദ്യുതി നിചയമുഷ ചീനപട്ടാന്തരേണ സംവീതേ ശൈലകന്യാ സുചരിത പരിപാകായമാനേ നിതംബേ നിത്യം നർനർത്തു ചിത്തം മമ നിഖില ജഗൽ സ്വാമിന സോമമൗലേ. നിത്യം നർനർത്തു ചിത്തം മമ നിഖില ജഗൽ സ്വാമിന സോമമൗലേ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഒരിക്കൽ കൂടെ ശുഭദിനം. ശിവപാദാദി കേശാന്ത വർണ്ണനാ സ്തോത്രം. ഇന്ന് 7-ാം ദിവസമാണ്. നമ്മൾ 12 ശ്ലോകങ്ങളാണ് കണ്ടത്. 6 ദിവസങ്ങൾ കൊണ്ട് 12 ശ്ലോകങ്ങൾ കണ്ടു. നമ്മൾ ഭഗവാന്റെ കൈലാസം, ഭഗവാന്റെ ആയുധങ്ങൾ, ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഋഷഭദേവനെ, അത് കഴിഞ്ഞ് ഭഗവാന്റെ പുത്രന്മാരായ ഗണേശൻ, സുബ്രഹ്മണ്യസ്വാമി, ധർമ്മശാസ്താവ് 3 പേരെ സ്തുതിച്ചു. അതിനുശേഷം 10ഉം 11ഉം ശ്ലോകങ്ങളെ കൊണ്ട് പാർവതീദേവിയെ സ്തുതിച്ചു. പാർവതീദേവിയെ നേരിട്ടല്ല സ്തുതിച്ചത്, ഉൾപ്രേക്ഷയിലൂടെ. കാവ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചമൽക്കാര ആവിഷ്കരണത്തിലൂടെ നല്ല രീതിയിൽ ദേവിയെക്കുറിച്ച് പറയാതെ പറഞ്ഞുകൊണ്ട് ദേവിയുടെ വിശേഷണങ്ങളെ, ദേവിയുടെ വിഭൂതികളെ, പ്രകൃതിയിലുള്ള പല വസ്തുക്കളുമായി ഉൾപ്രേക്ഷിച്ചുകൊണ്ട് ദേവിയെ ഒരു ധനമായിട്ട് 10ാം ശ്ലോകത്തിലും 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ തന്നെ പ്രാണനായിട്ടും വർണ്ണിച്ചു. മഹാദേവന്റെ ശക്തി തന്നെയാണ് ദേവി, അപ്പോൾ പ്രാണൻ തന്നെയാണ്. ആ പ്രാണരൂപത്തിൽ ആ പ്രാണനെ ശോണാൻ പ്രാണാൻ ഉദൂഢ പ്രതിനവ സുഷമാകന്തളാൻ ഇന്ദുമൗലേഹേ ഉപാസേ. ആ ഇന്ദുമൗലിയുടെ ചുവന്ന വർണ്ണത്തിലുള്ളതായിട്ടുള്ള ആ പ്രാണങ്ങളെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഭഗവാന്റെ പ്രാണൻ തന്നെയാണ്. ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം കൊണ്ട് ചുവന്നതാണ്, ലജ്ജ കൊണ്ട് ചുവന്ന അരുണവർണ്ണത്തോടു കൂടിയതായിട്ടുള്ള ആ പ്രാണനെ അഥവാ ദേവിയെ ഉപാസേ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നാണ്. അപ്പോൾ ദേവിയുടെ തലമുടിയെ യമുനാ പ്രവാഹത്തോട് ഉപമിച്ചു. ദേവിയുടെ എന്താ പറയുക, സല്ലാപമാധുര്യം സരസ്വതീ ദേവിയുടെ വീണയെ നിന്ദിക്കുന്നതായിട്ടുള്ള അത്രയും സുന്ദരമാണ്. അതുപോലെ ദേവിയുടെ കണ്ണുകളുടെ കടക്കണ്ണുകളുടെ ചലനം അത് പേടമാനിൻ്റെ കണ്ണിനേക്കാൾ സുന്ദരമായിരിക്കുന്നതായിട്ടുള്ള കടക്കണ്ണിൻ്റെ ചലനങ്ങളോട് കൂടിയതുമായിരിക്കുന്ന ആ ഉദൂഢ പ്രതിനവ സുഷമാകന്തളാൻ, നല്ലതുപോലെ വഹിക്കപ്പെടുന്നതായിട്ടുള്ള സൗന്ദര്യ ലഹരി, സൗന്ദര്യ പ്രവാഹമായിരിക്കുന്ന ആ ഇന്ദുമൗലിയുടെ ശോണാൻ പ്രാണാൻ ചുവന്ന പ്രാണങ്ങളെ അരുണവർണ്ണത്തോടു കൂടിയതായിട്ടുള്ള അരുണാം കരുണാതരംഗിതാക്ഷിയും എന്ന് പറയുന്നതായിട്ടുള്ള ആ അരുണവർണ്ണത്തോടു കൂടിയതായിട്ടുള്ള ആ പ്രാണനായിരിക്കുന്ന ദേവിയുടെ ഭഗവാന്റെ പ്രാണനായിരിക്കുന്ന ദേവിയെ വയം അല്ലെങ്കിൽ അഹം ഉപാസേ ഞാൻ ഉപാസിക്കുന്നു എന്ന് 11ാം ശ്ലോകത്തിൽ പറഞ്ഞു. 12ാം ശ്ലോകത്തിൽ ഭഗവാന്റെ നൃത്തസമയത്ത് പെരുമ്പറ മുഴക്കുന്നതായിട്ടുള്ള നന്ദിയെ വർണ്ണിച്ചു. അതുപോലെ മറ്റ് വാദ്യങ്ങളും ഘോഷങ്ങളും ചെയ്യുന്നവരായ ചണ്ഡീശൻ, ഭൃംഗി മുതലായിട്ടുള്ള പ്രമദഗണങ്ങളെ ചണ്ഡീശാദ്യാഹ തദാന്യേ ചതുര ഗുണഗണ പ്രീണിത സ്വാമി സൽക്കാരോത്കർഷോദ്യത് പ്രസാദാഹ പ്രമദ പരിവൃഢാഹ പാന്തു സന്തോഷിണോ നഹ. അവരവരുടെ ഗുണഗണങ്ങളെ കൊണ്ട് ഭഗവാനെ, മഹാദേവനെ പ്രീതിപ്പെടുത്തി
ആ മഹാദേവൻ തിരിച്ച് ഇവരെയും സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഉത്കർഷ ഉള്ളതായിട്ടുള്ള പ്രസാദത്തോടുകൂടിയ സന്തോഷിക്കുന്നവരായിട്ടുള്ള പ്രമദ പരിവൃഢന്മാർ, ആ ഭൂതഗണങ്ങൾ, നായകന്മാർ, നന്ദികേശ്വരാദികൾ നമ്മെ രക്ഷിക്കട്ടെ. നഹ പാന്തു എന്നാണ് അവിടെ പ്രാർത്ഥന കണ്ടത്. പാന്തു നഹ, അപ്പൊ നമ്മളെ പാലനം ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഭൂതഗണങ്ങൾ എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട് നമ്മെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥന. തുടർന്ന് 13, 14, 15 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ എന്താ പറയുക, ആലയം, വാസസ്ഥാനവും അതിനുശേഷം ഭഗവാന്റെ ഇരിപ്പിടം, ഭഗവാന്റെ സിംഹാസനം എന്നാണ് പറയാം, മഞ്ചം എന്ന് പറയാം, ആ പര്യങ്കം എന്ന് വേണമെങ്കിൽ പറയാം. പാർവതീദേവിയോടുകൂടി ഭഗവാൻ ഏതൊരു പീഠത്തിലാണോ ഇരിക്കുന്നത് ആ പീഠത്തെ സ്തുതിക്കുന്നതാണ് 15ാമത്തെ ശ്ലോകം. അപ്പം അതുവരയ്ക്കുള്ള ഭഗവാന്റെ ആലയം, ഭഗവാന്റെ സദനം 13ഉം 14ഉം ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ 13ാം ശ്ലോകം നോക്കാം. മുക്താമാണിക്യജാലൈഹി പരികലിതമഹാസാലമാലോകനീയം പ്രത്യുക്താനർഘരത്നൈർ ദിശി ദിശി ഭവനൈഃ കൽപിതൈർദിക്പദീനാം ഉദ്യാനൈർ അദ്രികന്യാ പരിജനവനിതാമാനനീയൈഃ പരീതം ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ. മുക്താമാണിക്യജാലൈഃ പരികലിതമഹാസാലമാലോകനീയം പ്രത്യുക്താനർഘരത്നൈർ ദിശി ദിശി ഭവനൈഃ കൽപിതൈർദിക്പദീനാം ഉദ്യാനൈർ അദ്രികന്യാ പരിജനവനിതാമാനനീയൈഃ പരീതം ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ. ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ. അപ്പോ സോമാർദ്ദമൗലേഃ ഭുവനപതേഃ ധാമ. സോമാർദ്ദമൗലി ചന്ദ്രാർദ്ധമൗലി തന്നെ, ചന്ദ്രകലാധരൻ. മൗലിയിൽ സോമാർദ്ധൻ ഉള്ളവൻ, അർദ്ധ സോമൻ ചന്ദ്രന്റെ പകുതിയുള്ള അല്ലെങ്കിൽ ചന്ദ്രക്കലയുള്ളതായിട്ടുള്ള ആള് മഹാദേവൻ. അപ്പൊ സോമാർദ്ധമൗലി അതിന്റെ ഷഷ്ടിയാണ് സോമാർദ്ധമൗലേഃ. ആ ചന്ദ്രശേഖരന്റെ എന്ന് പറയാനാണ്. അപ്പൊ ചന്ദ്രശേഖരന്റെ അങ്ങനെ ആരാണ്? ഭുവനപതിയാണ്. എല്ലാ ഭുവനങ്ങൾക്കും നായകനാണ്, എല്ലാറ്റിൻ്റെയും അധീശനാണ്, മഹാദേവനാണ്. ബാക്കിയുള്ള പതികളെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ദിക്പാലകന്മാരെല്ലാം, ഇന്ദ്രാദി ദേവന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പം അദ്ദേഹം എല്ലാവർക്കും മുകളിൽ. അതുകൊണ്ട് ഭുവനപതി എന്ന് പറഞ്ഞു. അപ്പൊ ഭുവനപതേഹേ എന്ന് പറഞ്ഞാൽ ഭുവനപതിയുടെ, ജഗന്നാഥന്റെ, സർവേശ്വരന്റെ, മഹാദേവന്റെ എന്നാണ്. അപ്പോൾ ഭുവനപതേഹേ സോമാർദ്ദമൗലേഹേ ധാമ. ധാമ അദ്ദേഹത്തിന്റെ വാസസ്ഥാനം, അദ്ദേഹത്തിന്റെ ആലയം. അത് എന്താ വേണ്ടത്? മമ ഹൃദി നിത്യം ഹൃദ്യം അസ്തു. ഹൃദ്യം ഹൃദി അസ്തു നിത്യം മമ. മമ ഹൃദി എൻ്റെ ഹൃദയത്തിൽ, നിത്യം ഹൃദ്യം അസ്തു എപ്പോഴും ഹൃദ്യമായി ഭവിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ, ഹൃദയത്തിന് ആനന്ദത്തെ നൽകുന്നതായി, ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതായി, ഹൃദയത്തെ രമിപ്പിക്കുന്നതായിരിക്കട്ടെ എന്ന് താല്പര്യം. അല്ലെങ്കിൽ ആ ഹൃദ്യം എന്നുള്ളത് ധാമയ്ക്കുള്ള വിശേഷണം. ഭുവനപതേഹേ ഹൃദ്യം ധാമ, ഭഗവാന്റെ ഹൃദ്യമായ ധാമം. ഏറ്റവും ആർക്കും കൗതുകം ജനിപ്പിക്കുന്ന, ആരുടെ മനസ്സിലും സന്തോഷം ജനിപ്പിക്കുന്ന ഹൃദ്യമായ ധാമം എൻ്റെ ഹൃദയത്തിൽ. ഹൃദി അസ്തു നിത്യം, മമ ഹൃദി അസ്തു നിത്യം, എൻ്റെ ഹൃദയത്തിൽ ഭവിക്കട്ടെ എപ്പോഴും എന്നാണ് പ്രാർത്ഥന. അപ്പൊ സോമാർദ്ദമൗലിയുടെ ധാമം,
ചന്ദ്രശേഖരൻ്റെ ഗൃഹം, അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനം, ആ വാസസ്ഥാനത്തെ ഒരു ആലയം, ഒരു കൊട്ടാരമായിട്ട് വർണ്ണിക്കാം. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, ഇപ്പം ഞങ്ങളൊക്കെ കൈലാസത്തിൽ പോകുമ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ, കൈലാസത്തിൽ ഇതുപോലെയുള്ള കൊട്ടാരമോ ഭഗവാന്റെ ഇതുപോലെയുള്ളതായിട്ടുള്ള എന്താ പറയുക ദേവസ്ത്രീകളുടെ സാന്നിധ്യമോ പാർവതീദേവിയുടെയോ ഗണേശ ഭഗവാന്റെയോ ഒന്നും സാന്നിധ്യം കാണുന്നില്ലല്ലോ, അവിടെ മുഴുവൻ എന്താ മഞ്ഞുമൂടിക്കിടക്കുന്ന പർവ്വതങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് സ്ഥൂല ദൃഷ്ടിക്കാണ് ഈ കാണുന്നത്. നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ കൈലാസത്തിൽ പോയാൽ നമ്മൾ കാണുന്നത് സ്ഥൂല ദൃഷ്ടി കൊണ്ടുള്ള സ്ഥൂലമായ കൈലാസം. ഇതിൽ വർണ്ണിക്കുന്ന കൈലാസം സൂക്ഷ്മമായ കൈലാസമാണ്. അത് കാണാൻ സൂക്ഷ്മദൃഷ്ടി വേണം, ദിവ്യദൃഷ്ടി വേണം. അതെ, നമ്മുടെ കൈലാസ യാത്ര സംഘടിപ്പിക്കുന്ന വേണുഗോപാൽജി തന്നെയാണ് ചോദിച്ചതൊരിക്കൽ, ഇതൊക്കെ ഞങ്ങൾ കാണാറില്ലല്ലോ എന്ന്. സത്യം, ഇത് നമുക്ക് സ്ഥൂലദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. കൈലാസം എന്നുള്ളതൊരു അത്ഭുതത്തിൻ്റെ ലോകമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാൻ പറ്റാത്ത വിസ്മയാവഹങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് ആ കൈലാസത്തിലുള്ളത്. ആ കൈലാസത്തെ അനുഭവിക്കേണ്ടതാണത്. അത് ആധ്യാത്മികമായിട്ടുള്ളൊരു അനുഭവമാണ്, ഭക്തിയുടേതായിട്ടുള്ളൊരു അനുഭൂതിയാണത്. അല്ലാതെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു പർവ്വതം മാത്രമല്ലാതെ ഒരു എന്താ പറയുക ഒരു ട്രക്കിംഗ് യാത്രയായിട്ട് നമ്മൾ ഒരിക്കലും കൈലാസ യാത്രയെ കാണരുത്. ഒരു ട്രക്കിങ്ങിൻ്റെ യാത്രയല്ല അത്. എവറസ്റ്റ് കീഴ്പ്പെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റ് പല പർവ്വതങ്ങളും, നന്ദൻ പർവ്വതവും അതുപോലെയുള്ള പല മൗണ്ടുകളും മനുഷ്യർ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അതിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ കൈലാസത്തിൻ്റെ മുകളിൽ കയറാൻ സാധ്യമല്ല. അതൊരു അത്ഭുത ലോകമാണ്. അത് അനുഭവിക്കേണ്ട ഒരു ആധ്യാത്മികമായിട്ടുള്ള ഭക്തിയുടേതായിട്ടുള്ളൊരു പാരമ്യത്തിൻ്റെ ഒരു അനുഭൂതിയാണ്. അതിനെക്കുറിച്ച് അവിടെ പോയിട്ടുള്ള ഒരുപാട് മഹാത്മാക്കൾ പല തരത്തിലും വർണ്ണിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ചാൽ അതിൻ്റെ മഹത്വം അറിയാം. അപ്പോൾ അവിടെയൊക്കെ സൂക്ഷ്മരൂപത്തിലാണ് ഈ ദേവന്മാരുടെയൊക്കെ സാന്നിധ്യം. അതുപോലെ ഈ കൊട്ടാരങ്ങളും ഭഗവാന്റെ കേളി ഭൂമികകളും ഒക്കെ തന്നെ സൂക്ഷ്മരൂപത്തിലാണ്. ഇനി ആ കൈലാസം എന്നുള്ള വലിയ പർവ്വതം ഉണ്ടല്ലോ, ആ പർവ്വതത്തിൻ്റെ സൂക്ഷ്മമായിട്ട് ഉള്ളതായിട്ടുള്ള പല ചിത്രങ്ങളും അതിലൊരുപാട് ശില്പവേലകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇവിടുന്ന് എടുത്തിട്ടുള്ള ഇൻസാറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള സാറ്റലൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വലിയ ക്യാമറകൾ കൊണ്ട് സൂക്ഷ്മമായി എടുത്തിട്ടുള്ള നിരീക്ഷണ ക്യാമറകളിൽ കൈലാസം എന്നുള്ള ആ പർവ്വതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ശില്പവേലകൾ കാണാൻ കഴിയും. അതൊന്നും മനുഷ്യനിർമ്മിതമേ അല്ല, മനുഷ്യർ ചെന്ന് കൊത്തിവെച്ചതൊന്നും അല്ല അതൊന്നും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ രഹസ്യങ്ങളായിട്ടുള്ള അറകളും ഗുഹകളും ഒക്കെ ഉണ്ട്. അതൊന്നും മനുഷ്യർക്ക് പ്രവേശനം ഉള്ള സ്ഥാനങ്ങളല്ല. ദൂരത്തുനിന്ന് കാണാം എന്നല്ലാതെ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ ആർക്കും സാധ്യമല്ല. വളരെ അടുത്ത് വരെ പോകുന്നതായിട്ടുള്ള പല യാത്രാ സൗകര്യങ്ങളുമുണ്ട്. അതുവരയ്ക്കേ പോകാൻ പറ്റുള്ളൂ. ആ പോകാൻ പറ്റുന്ന പരിമിതികളുണ്ട്. അതുവരെ പോയി അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഭക്തിയോടുകൂടി തിരിച്ചു വരാം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മലോകമാണ്, സ്ഥൂലമേ അല്ല. അപ്പം നമ്മൾ ഈ ഫോട്ടോകളിൽ കാണുന്ന സ്ഥൂലമായിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോകളിൽ കാണുന്ന സ്ഥൂലമായിട്ടുള്ള ഒരു കൈലാസത്തെ
ഭാവന ചെയ്താൽ പോരാ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ. ഭഗവാന്റെ ഒരു ധാമമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകമാണ്. അവിടെ രാത്രികളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അനേക അത്ഭുതങ്ങളാണ്. അതുപോലെ പൗർണമി പോലെയുള്ളതായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അതിനെക്കുറിച്ച് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ വർണ്ണിച്ചിട്ടുണ്ട്. മാനസ സരസിലും കൈലാസ ഭൂമിയിലും ഏതൊക്കെയാ ദിവ്യന്മാർ വന്ന് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ദേവന്മാരും അപ്സര സ്ത്രീകളും ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ അവിടെ നിത്യ സാന്നിധ്യമുണ്ട്. അതുപോലെ സിദ്ധന്മാര്, ചാരണന്മാര്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാരുടെയൊക്കെ സാന്നിധ്യം അവിടെയുണ്ട്. നന്ദികേശ്വരൻ്റെയും ഭൃംഗിയുടെയും ചണ്ഡികേശ്വരൻ്റെയും ഒക്കെ നിത്യ സാന്നിധ്യം അവിടെയുണ്ട്. അതൊക്കെ അനുഭവിച്ചറിയാം ആ ഭക്തിയുള്ളവർക്ക്. അപ്പം അതങ്ങനെ അറിയേണ്ടതാണ്. അല്ലാതെ നമ്മൾ സ്ഥൂലമായിട്ടുള്ള ചിത്രങ്ങളിൽ കാണുന്ന കൈലാസം അല്ല ഇവിടെ വർണ്ണിക്കുന്നത്. ഒരു സൂക്ഷ്മ ലോകം, അത്യന്ത സൂക്ഷ്മമാണ്. അത് ഭക്തി കൊണ്ട് മാത്രം ദർശിക്കാൻ പറ്റുന്നതാണ്. ഒരു വിസ്മയ ലോകമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ യാത്രാവിവരണങ്ങളിൽ വായിക്കുക, അറിയാൻ പറ്റും. നമ്മുടെ തപോവനസ്വാമികളുടെ കൈലാസയാത്ര, അതുപോലെ MK രാമചന്ദ്രൻജിയുടെ കൈലാസയാത്രകളെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ, അതുപോലെയുള്ള പല മഹാത്മാക്കളും എഴുതിയിട്ടുള്ള യാത്രാവർണ്ണനകളുണ്ട്. എല്ലാം വായിച്ചു നോക്കുക. അത്ഭുതങ്ങളാണ് അവിടെ. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ സ്ഥൂലദൃഷ്ടി കൊണ്ട് കാണേണ്ടതല്ല, സൂക്ഷ്മദൃഷ്ടി കൊണ്ട് കാണേണ്ടതാണ്. അത് ഭക്തി ഭാവന കൊണ്ട്, ഭാവനയാണ് മുഖ്യം. സോമാർദ്ദമൗലേഹേ ഭുവനപതേഹേ ഹൃദ്യം ധാമ മമ ഹൃദി നിത്യമസ്തു. സോമാർദ്ദമൗലിയായ ഭുവനപതിയുടെ ഹൃദ്യമായ ധാമം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥന. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ധാമത്തിലെ സവിശേഷതകൾ? അതാണ് വർണ്ണിക്കുന്നത്. മുക്താമാണിക്യജാലൈഹി പരികലിത മഹാസാലം ആലോകനീയം ദിശി ദിശി കൽപ്പിതൈഹി അനർഘരത്നൈഹി ദിക്പതീനാം ധവനൈഹി അദ്രികന്യാ പരിജന വനിതാമാനനീയൈഹി ഉദ്യാനൈഹി പരീതം. 3 വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? മുക്താമാണിക്യജാലൈഹി പരികലിത മഹാസാലം. മുക്താമാണിക്യജാലൈഹി, മുക്ത എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ, മുത്തുമണികളെ കൊണ്ടും മാണിക്യജാലങ്ങളെ കൊണ്ടും, മാണിക്യം മുതലായിട്ട് രത്നങ്ങൾ. അപ്പോൾ മുത്തുമണികളും രത്നങ്ങളെ കൊണ്ടും അവയുടെ സമൂഹം കൊണ്ട് ജാലൈഹി പരികലിത മഹാസാലം. പരികലിതം നല്ലതുപോലെ പതിച്ചു വെച്ചത് എന്നൊക്കെ അർത്ഥം. ചുറ്റും ഒട്ടിച്ചു വെച്ചത്, പതിക്കപ്പെട്ടത്, നല്ലോണം കല്ല് പതിച്ചത് എന്ന് പറയാം. നമ്മൾ വീട്ടിലൊക്കെ ചുമരിലൊക്കെ ടൈൽസ് പതിക്കുന്നത് പോലെ ഇവിടെ ഈ മാണിക്യരത്നങ്ങളാണ് പതിച്ചു വച്ചിരിക്കുന്നത്. മുക്താമണികളും മാണിക്യരത്നങ്ങളും പരികലിതമായിരിക്കുന്ന മഹാസാലം. ഇവിടെ മഹാസാലം എന്നത് ഉദ്ദേശിക്കുന്നത് വലിയ കോട്ട എന്നുള്ള അർത്ഥത്തിലാണ്. സാലവൃക്ഷം എന്നാൽ പന എന്നുണ്ട്. ഇവിടെ സാല ശബ്ദത്തിന് ശാല എന്നുള്ള അർത്ഥത്തിലാണ്. മഹാശാലകൾ എന്ന് പറഞ്ഞാൽ വലിയ മതിലുകൾ, വലിയ കോട്ടകൾ, വലിയ ശാലകളോടുകൂടിയത് എന്നർത്ഥമാണ് മഹാസാലം. ശാല എന്നുള്ളതായിട്ട് ശബ്ദത്തിലാണ് സാലം എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ കോട്ടകളോടുകൂടിയതും ആലോകനീയം. ആലോകനീയം എന്ന് പറഞ്ഞാൽ കാണേണ്ടതാണ് എന്നർത്ഥം. കാഴ്ചയ്ക്ക് ഒരുപാടുള്ളതും കാഴ്ചയ്ക്ക് യോഗ്യമായിട്ടുള്ളതും ആലോകനീയം. അതുപോലെ പ്രത്യുബ്ധ അനർഘരത്നൈഹി ദിശി ദിശി ഭവനൈഹി കൽപ്പിതൈർ ദിക്പതീനാം. ദിക്പതീനാം എന്ന് പറഞ്ഞാൽ ദിക്പാലകന്മാര്. ഇന്ദ്രൻ, വായു, വരുണൻ, അഗ്നി, യമൻ, ഈശാനൻ, നിറുതി മുതലായിട്ടുള്ള ദിക്പാലകന്മാര്. ആ ദിക്പതീനാം ഭവനൈഹി
ദിക്പതികളുടെ ഭവനങ്ങളും ചുറ്റുമുണ്ട്. ദിശി ദിശി കൽപ്പിതൈഹി. ദിശി ദിശി എന്ന് പറഞ്ഞാൽ അവരവരുടെ ദിക്കുകളിൽ. ഈ കൈലാസത്തിൻ്റെ ചുറ്റും കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ്റെ ഭവനം, തെക്ക് ഭാഗത്ത് യമൻ്റെ ഭവനം, പടിഞ്ഞാറ് ഭാഗത്ത് വരുണൻ്റെ ഭവനം, വടക്ക് ഭാഗത്ത് കുബേര ഭവനം, ഇതിൻ്റെ കോണുകളിൽ വായു, അഗ്നി, നിരുതി, ഈശാനൻ മുതലായിട്ടുള്ളവരുടെ ഭവനങ്ങൾ. അങ്ങനെ 8 കോണുകളിൽ 8 ദിക്കിലും 4 ദിക്ക് 4 കോണുകളിലുമായിട്ട് ദിക്പതീനാം ഭവനൈഹി ദിശി ദിശി കൽപ്പിതൈഹി. അതെങ്ങനെ? പ്രത്യുക്ത അനർഘരത്നൈഹി. അതിലും അനർഘരത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. വിലപിടിച്ച, അനർഘം എന്നാൽ വിലപിടിച്ചത്. ആ വിലപിടിച്ചതായിട്ടുള്ള രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ദിക്പതികളുടെ ഭവനങ്ങൾ അതാത് ദിക്കിൽ ഈ കൈലാസ ഭഗവാന്റെ സദനത്തെ ചുറ്റിക്കൊണ്ട് ഉണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള പുരി, കൈലാസപുരി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പട്ടണമായിട്ട് നമുക്കിപ്പോൾ ഇതിനെ കാണാം. കാരണം ഭഗവാന്റെ ഡെപ്യൂട്ടികളായിട്ടുള്ള ദിക്പാലകന്മാർക്കും പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് എന്നർത്ഥം. അതാണ് ദിശി ദിശി കൽപ്പിതൈഹി പ്രത്യുക്ത അനർഘരത്നൈഹി ദിക്പതീനാം ഭവനൈഹി. അതുപോലെ അദ്രികന്യാ പരിജന വനിതാ മാനനീയൈഹി ഉദ്യാനൈഹി. അദ്രികന്യ എന്ന് പറഞ്ഞാൽ പാർവതീദേവി, അദ്രിയുടെ, പർവ്വതത്തിൻ്റെ പുത്രി. ആ പാർവതീദേവിയുടെ പരിജന വനിതകൾ എന്ന് പറഞ്ഞാൽ ദേവിയെ സേവിക്കുന്നവരായ സ്ത്രീകൾ. ആ പരിജന സ്ത്രീകളുടെ മാനനീയൈഹി ഉദ്യാനൈഹി, അവരാലും ബഹുമാനിക്കപ്പെടുന്ന ഉദ്യാനങ്ങളാലും നിറഞ്ഞതും എന്നർത്ഥം. അപ്പോൾ പാർവതീദേവിയുടെ കൈങ്കര്യം ചെയ്യുന്നവരായ ദാസികളായിട്ടുള്ള തോഴിമാരായിരിക്കുന്ന സ്ത്രീകളാൽ പരിപാലിക്കപ്പെടുന്നത് എന്നർത്ഥം. പാർവതീദേവിക്ക് പ്രിയങ്കരങ്ങളായിട്ടുള്ള ഉദ്യാനങ്ങൾ ചുറ്റുമുണ്ട്. അതെല്ലാം പരിപാലിക്കുന്നത് ദേവിയുടെ തോഴിമാരായിട്ടുള്ള സ്ത്രീകൾ. അതാണ് അവിടെ ഉദ്യാനൈർ അദ്രികന്യാ പരിജന വനിതാ മാനനീയൈഹി പരീതം. പരീതം ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പം ദിക്പാലകന്മാരുടെ മന്ദിരങ്ങളും പാർവതീദേവിക്ക് വിലസാനുള്ള, കളിക്കാനുള്ളതായിട്ടുള്ള ക്രീഡാഭൂമികകളായിരിക്കുന്ന ഉദ്യാന ഭൂമികൾ, അത് പാർവതീദേവിയുടെ ദാസിമാരാൽ സേവിക്കപ്പെടുന്നു, അവരാൽ പൂജിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്നു, അവർ പരിപാലിക്കുന്നു എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ളതുമായിരിക്കുന്ന അനേക ശാലകളോടും കോട്ടകളോടും കൂടിയതും കാണേണ്ടതുമായിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഹൃദ്യമായ ധാമ, ആരുടെ? സോമാർദ്ദ മൗലിയായ ഭുവനപതിയുടെ ധാമ എൻ്റെ ഹൃദയത്തിൽ നിത്യം വസിക്കട്ടെ എന്ന് പ്രാർത്ഥന. മുക്താമാണിക്യജാലൈഹി പരികലിതമഹാസാലമാലോകനീയം പ്രത്യുക്താനർഘരത്നൈർദിശി ദിശി ഭവനൈഹി കൽപ്പിതൈർദിക്പതീനാം ഉദ്യാനൈരദ്രികന്യാ പരിജന വനിതാമാനനീയൈഃ പരീതം ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ. ഹൃദ്യം ഹൃദ്യസ്തു നിത്യം മമ ഭുവനപതേർധാമ സോമാർദ്ദമൗലേഃ. അപ്പം മൊത്തത്തില് ആ കൈലാസ ഭൂമികയെ വർണ്ണിച്ച് അവിടെയുള്ള ഗൃഹങ്ങളെ, ഭഗവാന്റെ ഗൃഹം, ഭഗവാന്റെ ശാലകൾ, അതുപോലെ അവിടെയുള്ള മറ്റ് ദിക്പാലകന്മാരുടെ ഭവനങ്ങൾ, ഉദ്യാനങ്ങൾ, ഇതിനെയൊക്കെ വർണ്ണിച്ചു. ഇനി ഭഗവാന്റെ സദനം, സ്പെഷ്യലായിട്ടുള്ള ഭഗവാന്റെ ഭവനം, അതാണ് 14ാമത്തെ ശ്ലോകം. സ്തംഭൈർജംബാരിരത്നപ്രവര വിരജിതൈഃ സംവൃതോപന്തഭാഗം ശുംബൽ സോപാനമാർഗം ശുചിമണി നിചയൈർഗുംഭിതാനൽപശില്പം കുംഭൈഃ സമ്പൂർണശോഭം ശിരസി സുഘടിതൈഃ ശാതകുംഭൈരപങ്കൈഃ ശംഭോഃ സംഭാവനീയം സകലമുനിജനൈഃ സ്വസ്തിദം സ്യാത് സദോ നഃ.
സ്തംഭൈർജംബാരിരത്നപ്രവരവിരചിതൈഃ സംവൃതോപാന്തഭാഗം ശുംബൽ സോപാനമാർഗം ശുചിമണിനിചയൈർഗുംഭിതാനൽപശില്പം കുംഭൈഃ സമ്പൂർണശോഭം ശിരസി സുഘടിതൈഃ ശാതകുംഭൈരപങ്കൈഃ ശംഭോഃ സംഭാവനീയം സകലമുനിജനൈഃ സ്വസ്തിദം സ്യാത് സദോ നഃ. അപ്പൊ ഇവിടെ സദോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സദോ എന്നുള്ളത് സദഹ എന്നാണ്. സദഹ എന്ന് പറഞ്ഞാൽ സദസ് എന്നാണ് ശബ്ദം. സകാരാന്ത ശബ്ദമാണ്. മനഹ എന്ന് പറയും പോലെ ആ സകാരാന്ത ശബ്ദം സദഹ എന്ന് പറഞ്ഞിരിക്കുന്നു. സദസ്. ഇവിടെ സദസ് എന്ന് പറഞ്ഞാൽ സദനം എന്ന് നമ്മൾ പറയും. സദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃഹം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ശംഭുവിന്റെ സദനം, ശംഭോഹോ സദഹ, ആ ശംഭുവിന്റെ സദനം, ശംഭുവിന്റെ മാളിക, ശംഭുവിന്റെ സദസ്, ശംഭുവിന്റെ എന്താ പറയുക ആ സഭാമണ്ഡപം എന്നൊക്കെ താല്പര്യം. ശംഭോഹോ സദഹ നഹ സ്വസ്തിദം സ്യാത്, നഹ അസ്മാകം സ്വസ്തിദം സ്യാത്, സ്വസ്തിതമായി ഭവിക്കട്ടെ, നമുക്ക് സ്വസ്തിയെ നൽകുന്നതായി ഭവിക്കട്ടെ, നമുക്ക് മംഗളത്തെ നൽകുന്നതായി ഭവിക്കട്ടെ എന്നർത്ഥം. അപ്പൊ ശംഭോഹോ സദഹ എന്നാണ് ഇവിടുത്തെ വസ്തു. ഏത് വസ്തുവിനെയാണ് വർണ്ണിക്കുന്നതെന്ന് ചോദിച്ചാൽ ശംഭുവിന്റെ സദനം, ശംഭുവിന്റെ മാളിക, ശംഭുവിന്റെ സദസ്, ശംഭുവിന്റെ സഭാമണ്ഡപം എന്നൊക്കെ അർത്ഥം. അപ്പൊ ശംഭുവിന്റെ ആ സദസ് നഹ സ്വസ്തിദം സ്യാത്, അസ്മാകം സ്വസ്തിദം സ്യാത്, നമുക്ക് സ്വസ്തിയെ നൽകട്ടെ, മംഗളത്തെ നൽകുന്നതായി ഭവിക്കട്ടെ എന്ന്. അപ്പൊ ആ സദസ്സിനെ, ശംഭുവിന്റെ സദസ്, നപുംസക ലിംഗമാണ് സദസ് എന്നുള്ള ശബ്ദം. അപ്പൊ അതിനനുസരിച്ച് വിശേഷണങ്ങളെ തിരയണം നമ്മൾ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷണം? സ്തംഭൈർ ജംബാരിരത്നപ്രവര വിരചിതൈ സംവൃതോപാന്ത ഭാഗം. ഒന്നാമത്തെ വിശേഷണം ജംബാരിരത്നപ്രവര വിരചിതൈ സ്തംഭൈ സംവൃത ഉപാന്ത ഭാഗം സദസ്. ആ സദസ്സിന്റെ ഉപാന്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഉൾഭാഗങ്ങളാണ്, സമീപ പ്രദേശങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. പിന്നെ ശുചിമണി നിചയൈ ശുംബൽ സോപാനമാർഗം, അതൊരു വിശേഷണം. സോപാനമാർഗം എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറിപ്പോകാനുള്ള പടികൾ, സ്റ്റെപ്പുകൾ. ആ പടികൾ, സോപാനമാർഗം അതെന്തൊക്കെയാണെന്ന് വർണ്ണിക്കുകയാണ് രണ്ടാമത്തെ വിശേഷണം. ഇനി ഗുംഭിതാനൽപശില്പം, അനൽപമായ ശില്പങ്ങൾ ഗുംഭനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അത്ഭുതങ്ങളായ ശില്പവേലകൾ അതിൽ എന്താ പറയുക കരകൗശലം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതാണ്, ശില്പവേലകളെ കൊണ്ട് നിറഞ്ഞതാണ്. ഗുംഭിത അനൽപശില്പം. ശിരസി സുഘടിതൈ അപങ്കൈ ശാതകുംഭൈ കുംഭൈ സമ്പൂർണ്ണ ശോഭം. അദ്ദേഹത്തിന്റെ സഭാമണ്ഡപത്തിന്റെ മുകളില്, അതിന്റെ എന്താ പറയുക റൂഫിന്റെ മുകളില്, ടോപ്പിന്റെ മുകളില് സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള കുംഭങ്ങൾ, കലശങ്ങൾ അഥവാ താഴികക്കുടങ്ങൾ, അതുകൊണ്ട് ശോഭിക്കുന്നത്, സമ്പൂർണ്ണ ശോഭമായിരിക്കുന്നത്. മാത്രമല്ല സകല മുനിജനൈഹി സംഭാവനീയം, സകല മുനിജനങ്ങളാലും ആരാധ്യമായിരിക്കുന്നതുമായിരിക്കുന്ന ശംഭോഹോ സദഹ നഹ സ്വസ്തിദം സ്യാത്, നമുക്ക് സ്വസ്തിയെ നൽകട്ടെ എന്ന്. അപ്പൊ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? ജംബാരിരത്നപ്രവര വിരചിതൈ സ്തംഭൈഹി സംവൃത ഉപാന്തഭാഗമൊന്ന്, ശുചിമണി നിജയൈഹി ശുംബൽ സോപാനമാർഗം 2, ഗുംഭിതാനൽപശില്പം 3, ശിരസി സുഘടിതൈഹി അപങ്കൈഹി ശാതകുംഭൈ കുംഭൈ സമ്പൂർണ്ണ ശോഭം 4, സകല മുനിജനൈഹി സംഭാവനീയം 5. 5 വിശേഷണങ്ങളെ കൊണ്ട് ശംഭോഹോ സദഹ നഹ സ്വസ്തിദം സ്യാത്, ശംഭുവിന്റെ സദനം, ശംഭുവിന്റെ മാളിക, ശംഭുവിന്റെ സഭ, ശംഭുവിന്റെ സദസ് ഞങ്ങൾക്ക് സ്വസ്തിയെ നൽകട്ടെ, മംഗളത്തെ നൽകട്ടെ എന്ന്. അപ്പൊ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ജംബാരിരത്നപ്രവര വിരചിതൈഹി സ്തംഭൈഹി സംവൃതോപാന്ത ഭാഗം.
ജംബാരി രത്നം എന്ന് പറഞ്ഞാൽ ജംബാരി, ജംബൻ എന്ന അസുരനെ വധിച്ചവൻ ഇന്ദ്രനാണ്. അപ്പൊ ജംബാരി ഇന്ദ്രനാണ്. ജംബാരി രത്നം എന്ന് പറഞ്ഞാലോ ഇന്ദ്രക്കല്ല് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല്. ഹരിരത്നം, ഹരിമണി എന്നൊക്കെ അതിന് പറയും. ഹരിമണി എന്ന് പറഞ്ഞാലും ഇന്ദ്രനീലക്കല്ലിനെയാണ്. ഹരി എന്നത് ഇന്ദ്രനും പര്യായമായിട്ടുള്ള ശബ്ദമാണ്. അപ്പൊ ഇന്ദ്രനീലക്കല്ല് അതിൻ്റെ പ്രവര വിരചിതൈഹി, ശ്രേഷ്ഠങ്ങളായ ഇന്ദ്രനീലക്കല്ലുകളെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുത്തിട്ട്, അതാണ് ജംബാരി രത്നപ്രവര വിരചിതൈഹി, ഇന്ദ്രനീലക്കല്ലിൻ്റെ ദ ബെസ്റ്റ് തിരഞ്ഞെടുത്ത് വിരചിതമായിരിക്കുന്ന സ്തംഭൈഹി, വലിയ സ്തംഭങ്ങൾ, തൂണുകൾ, ആ തൂണുകളെ കൊണ്ട് സംഭൃത ഉപാന്തഭാഗം, സംഭൃതം നിറയ്ക്കപ്പെട്ടത്, ഉപാന്തഭാഗം ആ വരാന്ത എന്ന് പറയുന്ന ഭാഗമാണ് ഉപാന്തം, ചുറ്റുഭാഗവും അർത്ഥം. അപ്പൊ ചുറ്റുഭാഗത്താണല്ലോ തൂണുകൾ വേണ്ടത്. അപ്പൊ ആ തൂണുകളുടെ മുകളിലാണ് ഭഗവാന്റെ സദസ്സ് നിൽക്കുന്നത്, അല്ലേ? ഭഗവാന്റെ സഭാമണ്ഡപങ്ങൾ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ എല്ലാ വലിയ ശിവക്ഷേത്രങ്ങളിലുണ്ട് ഓരോ സഭാമണ്ഡപങ്ങൾ. ഭഗവാന് രത്നസഭാപതി, കനകസഭാപതി, താമ്രസഭാപതി, രജതസഭാപതി, ഇങ്ങനെ ഓരോ പേരുകളുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ആ സഭകളുടെ പേര് വ്യത്യസ്തമാണ്. ചിദംബരത്താണ് കനകസഭ. കനകസഭ എന്ന് പറയുന്നത് ചിദംബരത്തെ സഭയുടെ പേരാണ്. അവിടെ ഭഗവാൻ നടരാജമൂർത്തിയായിട്ട് ആ കനകസഭയിൽ, സ്വർണസഭയിൽ വിലസുന്നു. അവിടെ അനേക തൂണുകളെ കൊണ്ടുള്ള മണ്ഡപമാണ്. പല ക്ഷേത്രങ്ങളിലും അനുബന്ധമായിട്ട് 1000 കാൽ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. 108 കാൽ മണ്ഡപം, 1000 കാൽ മണ്ഡപം, ഇല്ലേ? അപ്പൊ ഇതൊക്കെ കൈലാസത്തിന്റെ ഒരു പ്രതീകങ്ങളാണ്. ഭഗവാൻ കൈലാസത്തിൽ ഇരിക്കുന്നത് പോലെ ഈ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്നതായിട്ടുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കനകസഭ, രത്നസഭയുണ്ട്. ഏത് ക്ഷേത്രത്തിലാണ് രത്നസഭ? നമുക്ക് മറന്നു. ഞാനെല്ലാം നോട്ട് ചെയ്യാറുള്ളതാണ്, മറന്നു. എല്ലാം എഴുതി വെക്കണം, എന്നാലേ ഓർമ്മ വരുള്ളൂ. താമ്രസഭയുണ്ട്. അത് തിരുനെൽവേലിയിലെ സഭ താമ്രസഭയാണ്. കാരണം അവിടെ താമ്രപർണി എന്ന് പറഞ്ഞ നദിയുണ്ട് അടുത്ത്, അതുകൊണ്ട് ഓർമ്മ നിൽക്കും. താമ്രപർണി നദിയുടെ തീരത്താണ് തിരുനെൽവേലിയിലെ നെല്ലയപ്പൻ ക്ഷേത്രം. ഗംഭീര ക്ഷേത്രമാണ് നെല്ലയപ്പൻ. നെല്ലയപ്പൻ എന്ന് പറഞ്ഞാൽ തിരുനെൽവേലിയുടെ അപ്പൻ. നെല്ലൈ എന്നാണ് തിരുനെൽവേലിക്ക് പേര്. അപ്പൊ നെല്ലയപ്പൻ, അവിടെ താമ്രസഭാപതി. അതുപോലെ ഓരോ മണ്ഡപങ്ങള് രത്നസഭയുണ്ട്. അതുപോലെ ചെമ്പിൻ്റെയാണ് താമ്രം, സ്വർണമാണ് കനകം. പിന്നെയുണ്ട് എന്താണ് രജതസഭ. 9 സഭകളുണ്ട് പ്രശസ്തങ്ങളായിട്ട്. ഓരോ ക്ഷേത്രങ്ങളും ഓരോ സഭകളാണ്. രജതസഭ എന്ന് പറഞ്ഞാൽ വെള്ളി കൊണ്ടുള്ളതായിട്ട സഭ. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതായിട്ടുള്ള സഭാമണ്ഡപങ്ങൾ, ഭഗവാന്റെ നൃത്തഭൂമികകൾ, നടരാജന്റെ പ്രതിഷ്ഠയായിരിക്കും ഈ സഭകളിൽ കാണുക, ഈ സഭാമണ്ഡപങ്ങളിൽ. ബാക്കി മുഖ്യ ക്ഷേത്രത്തിനകത്ത്, ശ്രീകോവിലിനകത്ത് ലിംഗമാണെങ്കിലും ഈ ഒരു സഭയുണ്ടാവും. ആ സഭയിൽ അധ്യക്ഷനായിട്ട് ഭഗവാന്റെ നടരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ സഭയ്ക്ക് പേരും കൊടുത്തിട്ടുണ്ടാവും, ഇന്ന സഭയാണ് എന്ന്. അപ്പോ മധുരയിലാണോ രത്നസഭ? ഓർമ്മ വരുന്നില്ല. ഭഗവാന്റെ പേരുകൾ രത്നസഭാപതി, കനകസഭാപതി, രജതസഭാപതി, താമ്രസഭാപതി എന്നൊക്കെ പേരുകളുണ്ട് ഭഗവാന്. ആ പേരുകൾ ആളുകൾ ഇടാറുണ്ട്. അങ്ങനെയാണ് ആളുകൾക്ക്, തമിഴന്മാർക്കൊക്കെ ഈ പേരുകളുണ്ട്, ധാരാളം പേരുകളുണ്ട്. തമിഴ് ചെട്ടിയാർമാരുടെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള പേരുകൾ ധാരാളം കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ കൈലാസത്തിലാണ്. അതാണ് ജംബാരി രത്നപ്രവര വിരചിതൈഹി സ്തംഭൈഹി സംഭൃത ഉപാന്തഭാഗം. ഉപാന്തഭാഗം, ചുറ്റുഭാഗം, വരാന്തകൾ എന്ന് പറയുന്നില്ലേ നമ്മൾ, ആ വരാന്തയെ തന്നെയാണ് ഇവിടെ ഉപാന്തം എന്ന് പറഞ്ഞത്. ഉപാന്തഭാഗങ്ങൾ ധാരാളം സ്തംഭങ്ങളെ കൊണ്ട്
തിങ്ങി നിറഞ്ഞിരിക്കുന്നു, അനേക സ്തംഭങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ മെയിൻ സ്ട്രക്ചർ സ്തംഭങ്ങളാണ്. ആ സ്തംഭങ്ങളുടെ മുകളിലാണ് ഈ സഭയുടെ എന്താ പറയുക മുകൾ ഭാഗം ബന്ധിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് കയറാനുള്ള മാർഗം ശുംബൽ സോപാന മാർഗം. ശുംബത്ത് എന്ന് പറഞ്ഞാൽ ശുംഭ ശബ്ദം ശോഭിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ശുംഭത്ത് പ്രകാശിക്കുന്നത്, ശോഭിക്കുന്നതായിട്ടുള്ള സോപാന മാർഗം. അതെങ്ങനെയുള്ളത്? ശുചിമണി നിചയൈഹി. ശുചിമണി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പ്രകാശിക്കുന്ന മണികൾ, രത്നങ്ങൾ എന്നർത്ഥം. മണി എന്നാൽ രത്നമാണ്. അപ്പോൾ പ്രകാശിക്കുന്ന തിളങ്ങുന്ന രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശുംബൽ സോപാന മാർഗം, തിളങ്ങുന്ന പടികൾ കൊണ്ട്, സ്ഫടികം പോലെയുള്ളതായിട്ടുള്ള പടികൾ ഈ രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചത്. ശുചിമണി നിചയൈ ശുംബൽ സോപാന മാർഗം. ഗുംഭിത അനൽപ ശില്പം. ഗുംഭിതം എന്ന് പറഞ്ഞാൽ കൊത്തിവെക്കപ്പെട്ടത് എന്നാണ്. കൊത്തിവെക്കപ്പെട്ട അനേക അനൽപങ്ങളായ ശില്പം. അനൽപം എന്ന് പറഞ്ഞാൽ അല്പമല്ലാത്തത്, ധാരാളം എന്ന് സൂചിപ്പിക്കാനാണ് അനൽപം. ശില്പം ശില്പവേലകളോട് കൂടിയത്. ധാരാളം കൊത്തുപണികൾ ഉണ്ട് ഈ കൈലാസപർവ്വതത്തിലെ രത്നങ്ങളെ കൊണ്ടുള്ള കൊത്തുപണികൾ. അതാണ് ഗുംഭിത അനൽപ ശില്പം. പിന്നെ ശിരസി സുഗടിതൈഹി അപങ്കൈഹി ശാതകുംഭൈഹി കുംഭൈഹി സമ്പൂർണ്ണ ശോഭ. ഈ സദസ്സിന്റെ ശിരസിൽ, അതിന്റെ മുകളിൽ, റൂഫിൽ, അതിന്റെ ടോപ്പിൽ സുഗടിതൈഹി നന്നായി ഘടിപ്പിച്ചിട്ടുള്ള അപങ്കൈഹി ശാതകുംഭൈഹി. അപങ്കം എന്ന് പറഞ്ഞാൽ പങ്കമില്ലാത്തത്, അഴുക്കില്ലാത്തത്, കളങ്കമില്ലാത്തത്. വേണമെങ്കിൽ 24 കാരറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശാതകുംഭം എന്നാൽ സ്വർണം. കലർപ്പില്ലാത്ത സ്വർണം കൊണ്ട് നിർമ്മിച്ച കുംഭങ്ങൾ. ശാതകുംഭൈഹി കുംഭൈഹി. ശാതകുംഭം സ്വർണം, കുംഭം കലശം. സമ്പൂർണ്ണ ശോഭം, നന്നായി ശോഭിക്കുന്നതും. അപ്പൊ മുകളില് അനേക താഴികക്കുടങ്ങൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ശുദ്ധ സ്വർണം കൊണ്ട് നിർമ്മിതം. ചിദംബരത്തിലൊക്കെ ഇതുപോലെയുള്ള മാതൃകയാണ് ശരിക്കും. അപ്പൊ അത് കൈലാസത്തിന്റെ ഒരു മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ശില്പം ചെയ്തിരിക്കുന്നത് അവര്. ഗുംഭിതാൻ അല്പശില്പം ശിരസി സുഗടിതൈ അപങ്കൈ ശാതകുംഭൈഹി കുംഭൈഹി സമ്പൂർണ്ണ ശോഭ. ആ കൈലാസ പർവ്വതത്തിൻ്റെ ഒരു എന്താണ് ഒരു സമാനത നമുക്ക് ചിദംബരത്തെ ആ മണ്ഡപത്തിന്, ക്ഷേത്ര മണ്ഡപത്തിന് കാണാം. അതിൻ്റെ മുകൾ ഭാഗം സ്വർണം കൊണ്ടുള്ള തകിട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വർണ്ണ താഴികക്കുടങ്ങളാണ് ചിദംബരത്തെ. അതിൻ്റെ ആകൃതിയും ആ കൈലാസ പർവ്വതത്തിൻ്റെ, മുഖ്യ കൈലാസ പർവ്വതത്തിൻ്റെ ഒരു ആകൃതിയാണ് നമുക്ക് തോന്നാറ് എപ്പോഴും. അപ്പോൾ ആ സ്വർണം കൊണ്ട് നിർമ്മിച്ച, കലർപ്പില്ലാത്ത സ്വർണം കൊണ്ട് നിർമ്മിച്ച കലശങ്ങളോട് കൂടിയതും സകല മുനിജനൈഹി സംഭാവനീയം, എല്ലാ മുനിജനങ്ങളാലും സമ്യക്കായി ഭാവന ചെയ്യപ്പെടുന്നത്, ധ്യാനിക്കപ്പെടുന്നത്, ആരാധിക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥം. മുനിജനങ്ങളുടെ ഹൃദയത്തിൽ ആരാധന ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ശംഭോഹോ സദഹ, ശംഭുവിൻ്റെ സദസ്, നഹ സ്വസ്തിതം സ്യാത്, അസ്മാകം സ്വസ്തിതം സ്യാത്, നമ്മൾക്കും സ്വസ്തിയെ നൽകുമാറാകട്ടെ, നമ്മൾക്കും മംഗളത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥനയാണ് ഇവിടെ. സ്തംഭൈർജംബാരിരത്നപ്രവരവിരചിതൈഃ സംവൃതോപാന്തഭാഗം ശുംബൽ സോപാനമാർഗം ശുചിമണിനിചയൈർഗുംഭിതാനൽപശില്പം കുംഭൈ സമ്പൂർണശോഭം ശിരസി സുഗടിതൈഃ ശാതകുംഭൈരപങ്കൈഃ ശംഭോഃ സംഭാവനീയം സകലമുനിജനൈഃ സ്വസ്തിദം സ്യാത് സദോ നഃ. ശംഭോഃ സംഭാവനീയം സകലമുനിജനൈഃ സ്വസ്തിദം സ്യാത് സദോ നഃ. ശംഭുവിന്റെ സദസ്സ് അല്ലെങ്കിൽ ശംഭുവിന്റെ സദനം, മാളിക നമുക്ക് സ്വസ്തിയെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് ഭഗവാന്റെ പീഠം ആണ്. പീഡഃ പീഡാപരം നഃ ശമയതു ശിവയോഃ
അപ്പോൾ ശിവനും പാർവതിയും ഇരിക്കുന്നതായിട്ടുള്ള പീഠത്തെ വർണ്ണിക്കുന്നതാണ് 15ാമത്തെ ശ്ലോകം. നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പം ഇന്ന് 10:30-ക്കാണ് ഭാഗവതം മൂലം, 11 മണിക്ക് നാരായണീയം. ഇന്ന് വൈകിട്ട് ഗീതാ ക്ലാസ് ഉണ്ടാവില്ല. എനിക്ക് പുറത്തൊരു പ്രോഗ്രാമുണ്ട്. 5 മണിക്ക് പോകണം. 5:30 മണിക്കൊരു പ്രോഗ്രാം അടുത്ത് പാലക്കാടുണ്ട്. അപ്പോൾ വൈകിട്ട് ഗീതാ ക്ലാസ് ഇല്ല. രാവിലത്തെ നാരായണീയവും ഭാഗവതവും ഉണ്ട്. ഹരി ഓം. ഹരി ഓം. നാരായണ.